ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് തുടങ്ങുന്നത് തായ്ലാൻഡ് കംബോഡിയ. അവിടെ യുദ്ധം അവസാനിപ്പിച്ച് രണ്ടുപേരും ഒരു സമാധാന ട്രീറ്റിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവകാശ തർക്കം. ഇതിനകത്ത് അവകാശ തർക്കത്തിൻ്റെ കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇപ്പം ട്രംപാണോ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവർ രണ്ടുപേരെയും വിളിച്ച് വരുത്തി സംസാരിച്ച് എന്തെങ്കിലും ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ട്രംപ് ശനിയാഴ്ച ഞായറാഴ്ച 2 ദിവസം ഗോൾഫ് കളിക്കാൻ പോയി. ഇന്ന് സെലൻസ്കി വൈകുന്നേരം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം സെലൻസ്കിയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വൈകിയാണ് ട്രംപ് ഇത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. തായ്ലാൻഡും കംബോഡിയയും തമ്മിൽ ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട്, യുദ്ധം അവസാനിച്ചു എന്നുള്ള ഒരു വിഷയം അറിഞ്ഞതിനെ തുടർന്ന് ട്രംപ് ഒരു വലിയ ട്വീറ്റ് ഇടുകയാണ്. ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് എഴുതിയത്. അതായത് തായ്ലാൻഡും കംബോഡിയയും പഴയ, അതായത് ഇതിനു മുമ്പ് അവർ വെച്ചിരുന്ന ആ ഒരു ട്രീറ്റി പ്രകാരം അവർ സമാധാനത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള നിലയിലാണ് ട്രംപ് ട്വീറ്റ് ചെയ്തത്. പക്ഷേ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതാണ് ട്രംപിൻ്റെ ഒരു കുഴപ്പം. അതായത് ഇവിടെ നൈസിന് ഇപ്പം ഞാനിവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണുക, വളരെ വൃത്തിയായിട്ട് കണ്ടോളൂ. ഇത് നടക്കുന്നത് ചൈനയിലാണ്. ചൈനയിൽ തായ്ലാൻഡിൻ്റെയും കംബോഡിയയുടെയും പ്രതിനിധികൾ അവിടെ എത്തുകയും അവിടെ ചൈനയുടെ നേതൃത്വത്തിൽ ഇതിലൊരു നെഗോസിയേഷൻ നടക്കുകയും അതിനെ തുടർന്ന് അവിടെ വെച്ചിട്ട് ചൈനയിൽ വെച്ചിട്ടാണ് ഇപ്പം നിലവിൽ ഈ ഒരു സമാധാന കരാർ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതായത് ചൈനയാണ് ഇപ്പം തായ്ലാൻഡിൻ്റെയും കംബോഡിയയുടെയും യുദ്ധം അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ക്ലെയിം എടുക്കുന്നത് ട്രംപാണ്. ഇനി ട്രംപ് ഇതിനെക്കുറിച്ച് ഇനി എത്ര കാലം ഇത് പറയുമെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് 10,000 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. പിന്നെ ഇപ്പോൾ ഇത് വീഡിയോ ഫൂട്ടേജ് സഹിതം ഇപ്പോൾ പുറത്ത് തെളിവ് സഹിതം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇല്ല, ഞാൻ തന്നെയാണ് തായ്ലാൻഡ് കംബോഡിയ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് ഇനി ട്രംപ് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുമോ, അല്ലെങ്കിൽ മാർക്കോ റൂബിയെ വെച്ച് പറയിപ്പിക്കുമോ, പീറ്റർ ഹെഗ്സത്തിനെ വെച്ചിട്ട് പറയിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഇതാണ് ഒരു സ്റ്റണ്ണിങ് പെർഫോമൻസ് ട്രംപിന്റെ. ട്രംപ് എന്തിനാണ് ഈ രീതിയിൽ കോമാളിയാകുന്നത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതാണ് സംഗതി. അതായത് ഇയാളുടെ ഈ ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഈ ഒരു നാടകം, ഞാനാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സമാധാനം കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ആ ഒരു ഫേക്ക് നെറേറ്റീവ്, അതാണ് ഇവിടെ ഇന്ന് ആ ഒരു മുഖമുടിയാണ് ഈ ഒരു തായ്ലാൻഡ് കംബോഡിയ യുദ്ധത്തിലൂടെ ചൈന ആ മുഖമുടി അഴിച്ചങ്ങ് കൈ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ട്രംപിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ ട്രംപിന് ഇപ്പോൾ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ട് റഷ്യ ഉക്രൈൻ വിഷയത്തെയാണ് ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത്. ഉക്രൈനിലെ സെലൻസ്കി ആണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം. വീണ്ടും അതേപോലെ പഴയതുപോലെ വന്ന് നിൽക്കുകയാണ് കാര്യങ്ങൾ. അതായത് ഈ അമേരിക്കയ്ക്ക് നേരിട്ട് പോകുന്നതിന് പകരം കാനഡയിലെത്തി അവിടെ നിന്നും യൂറോപ്യൻ നേതാക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് കോൺഫറൻസ് കോളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ട് പോയപ്പോഴേ എനിക്കറിയാം ഇത് പണി പാളും എന്നുള്ളത്. അതുപോലെ ഏതാണ്ട് പാളിയിരിക്കുകയാണ്. ഡോൺബോസ് റീജിയനിൽ ഒരു 14% സ്ഥലം ഇപ്പോഴും ഉക്രൈൻ്റെ പക്കൽ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്നും പിന്മാറണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ അവിടുത്തെ പിന്മാറലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായമൊന്നും സെലൻസ്കി ഇന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് തുടരുകയാണ്. ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതിലല്ലാണ്ട് ഒരു രീതിയിലുള്ള ഒരു നീക്കുപോക്കുകളും നടക്കുന്നില്ല. അതായത് ഡെവലപ്മെന്റ്സ് ഇല്ല, ചർച്ചകൾ മാത്രം നടക്കുന്നുണ്ട്. ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് സീറോ. അതാണ് മനസ്സിലാക്കേണ്ടത്. സെലൻസ്കിയും ട്രംപും അമേരിക്കയിൽ മീറ്റ് ചെയ്യുന്നതിന്റെ 1 മണിക്കൂറിന് മുമ്പ് റഷ്യ ഉക്രൈന്റെ ഉള്ളിലേക്ക് കീവ് നഗരത്തെ ടാർഗറ്റ് ചെയ്ത് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. യൂറോപ്പ് ഒരുപാട് ദുഃഖിതരായ അവസ്ഥയിലാണ്. കാരണം വേറെ ഒന്നുമില്ല, ക്രിസ്മസും ന്യൂ ഇയറും ഒരു ഫ്രീ മൈൻഡോട് കൂടി ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സുവർണ കാലങ്ങളൊക്കെ പോയി, അതിനെല്ലാം മങ്ങലേറ്റിരിക്കുന്നു ബിക്കോസ് ഓഫ് റെഫ്യൂജീസ് എന്നാണ് അവർ പറയുന്നത്. ഈ റെഫ്യൂജികളെയൊക്കെ ഇങ്ങനെ വിളിച്ചു കയറ്റുമ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. ഇത് എനിക്ക് ഓർമ്മ വരുന്നത് ലിബിയയിലെ ഗദ്ദാഫി 2006 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ലിബിയയ്ക്ക് മേളിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുവെങ്കിൽ യൂറോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതായത് ഈ റെഫ്യൂജികളാക്കപ്പെടുന്ന, അതായത് ഈ ജീവിത നിലവാരം തകർക്കപ്പെടുന്ന ലിബിയൻ ജനത, അവരെ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ സമൂഹം നിങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വരും, അവിടെ ആക്രമണങ്ങൾ നടത്തും എന്നുള്ള പ്രവചനമാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു വെച്ചത്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് അവർ അറബ് വസന്തം തുടങ്ങി. ആ രീതിയിലൂടെ അറബ് വസന്തത്തിൽ നിന്നും ഒരുപാട് റെഫ്യൂജികൾ എന്ന പേരിലുള്ള തീവ്ര നിലപാടുള്ള ഭീകരന്മാരും അതിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങളിലും പടർന്ന് പന്തലിച്ച് ഇന്ന് തീവ്രവാദം തലയുയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിന് ന്യൂ ഇയർ പോയിട്ട് ക്രിസ്മസ് പോയിട്ട് ഒരു രീതിയിലുള്ള ആഘോഷങ്ങളും ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ രാജ്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം എന്തായിരിക്കും അവസ്ഥ, ഇതിലും ഭയാനകമായിരിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതാണ് യൂറോപ്പിന്റെ അവസ്ഥ. അപ്പൊ ഇത് ഓരോ വർഷം അവസാനിക്കുമ്പോഴും പലതരത്തിലുള്ള പ്രവചനങ്ങൾ വരാറുണ്ട്. അപ്പം ഈ വർഷത്തെ പ്രവചനമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഗദ്ദാഫിയെ ഓർക്കാം. അപ്പൊ അടുത്ത വർഷം ഗദ്ദാഫിയുടെ പ്രവചനം കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നടക്കുന്ന രീതിയിൽ നെക്സ്റ്റ് ഇയർ മാറിയിട്ടുണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് ലിബിയയെ ആക്രമിച്ച സമയത്ത് ഇതേ യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ നിന്ന് സ്വർണം കൊള്ളയടിച്ചുകൊണ്ട് വന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം. അന്ന് അവർക്ക് സ്വർണം വേണമായിരുന്നു. ഇപ്പൊ ഇനി വീണ്ടും അവിടെ കുഴിച്ചെടുക്കാൻ പാകത്തിനുള്ള സ്വർണ്ണങ്ങളുണ്ട്, അതും കൂടി വേണം എന്നുള്ള ആവശ്യത്തിലാണ് ഇപ്പം വീണ്ടും പല രാജ്യങ്ങൾ ലിബിയക്കുള്ളിൽ ഇറങ്ങി പോയിരിക്കുന്നത്.
അപ്പം ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് യൂറോപ്പ് ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടുന്നത്. ഉർസുല ഫോണ്ടർ ലൈൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത തട്ടിപ്പുമായി വന്നിരിക്കുകയാണ്. അടുത്ത തട്ടിപ്പ് വേറെ ഒന്നുമില്ല, ബിൽ ഗേറ്റ്സുമായിട്ട് ചേർന്നുകൊണ്ട്. ഈ ബിൽ ഗേറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഈ ഒരു മെഡിക്കൽ പോളിസിയൊക്കെ എന്താണ്, ഇയാളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇയാൾ എങ്ങനെയാണ് മരുന്ന് പരിശോധന കമ്പനികൾ നടത്തുന്നത്, പല മെഡിസിൻസും പരിശോധിക്കുന്നത് എങ്ങനെയാണ്, ട്രയൽ നടത്തുന്നത് എങ്ങനെയാണ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി എന്താണ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചാരിറ്റി ഓപ്ഷൻസ് എന്താണ്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചാനലിൽ ബിൽ ഗേറ്റ്സ് അടിച്ചാൽ മതി, വീഡിയോ വരും. അപ്പോൾ അതായത് ഈ ബിൽ ഗേറ്റ്സിനോടൊപ്പം ചേർന്നിട്ട് പുതിയ വാക്സിൻ പദ്ധതി എവിടെ, യൂറോപ്പിൽ, എൻറ്റയർ യൂറോപ്പിന് പുതിയ വാക്സിൻ പ്രോസസ്സ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ വാക്സിന് വേണ്ടിയിട്ട് റെഫ്യൂജികളായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ മക്കളെയൊക്കെ ഇതിന് ഉപയോഗിക്കുമായിരിക്കാം. ഇപ്പം ബിൽ ഗേറ്റ്സും ഉർസുല വണ്ടർലൈനും കൂടി ചേർന്നിട്ട് ഉർസുല വണ്ടർലൈൻ യൂറോപ്യൻ യൂണിയനിൽ പ്രഖ്യാപിക്കുകയാണ് ബിൽ ഗേറ്റ്സിന്റെ ഫൗണ്ടേഷനുമായിട്ട് ചേർന്നുകൊണ്ട് യൂറോപ്പിൽ വാക്സിൻ പദ്ധതി പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമില്ല, എന്തോ ഒരു ഉടായ്പ് മണക്കുന്നുണ്ട് ബിൽ ഗേറ്റ്സും ഉർസുല വണ്ടർലൈനും. തീർച്ചയായിട്ടും ഉടായ്പ്, അത് 100% ഉറപ്പാണ്. കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക് ഓഫീസ് വർക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് 100% ഷുവറാണ്. ഇതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ ഉണ്ടാവും. ഇറാന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു സൈബർ ഗ്രൂപ്പാണ്, ഹാൻഡല ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഈ ഹാൻഡല ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ, അതായത് എനിമി രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് കയറി സ്പൈ വർക്ക് നടത്തുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് സൈബർ സ്പൈ വർക്കുകൾ. അപ്പൊ അങ്ങനെ നെതന്യാഹുവിന്റെ ഫ്രണ്ടിന്റെ ഫോൺ വരെ ഞങ്ങൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇവർ ഒരു വീഡിയോയും കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾ ഒരു വീഡിയോ പുറത്തിറക്കാം എന്ന് പറഞ്ഞിട്ട് റഷ്യൻ അംബാസിഡറും ഇസ്രായേലിന്റെ അംബാസിഡറും തമ്മിൽ സംസാരിച്ചതായിട്ടുള്ള ഒരു വീഡിയോ, അതാണ് അവർ ലീക്ക് ചെയ്തിരിക്കുന്നത്. അവർ വീഡിയോ അല്ല, അതിന്റെ ഓഡിയോ ക്ലിപ്പാണ് അവർ ലീക്ക് ചെയ്തിരിക്കുന്നത്. അതിലവർ പറഞ്ഞിരിക്കുന്നത് റഷ്യയും ഇസ്രായേലും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള നിലയിലാണ്. അപ്പൊ അതായത് റഷ്യയും ഇസ്രായേലും തമ്മിൽ ലോകത്ത് മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള ശത്രുതയൊന്നും ഇല്ല എന്നുള്ളതാണ് ഇവർ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. കാരണം സിറിയയുടെ ഉള്ളിലേക്ക് നെതന്യാഹു IDF-നെ ഇറക്കിയ സമയത്ത് ആദ്യം പോയി കണ്ടത് റഷ്യൻ പ്രസിഡന്റിനെയാണ്. അപ്പൊ അവർ തമ്മിൽ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. അതില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ പോലത്തെ മണ്ടന്മാർ ലോകത്ത് ആരും ഉണ്ടാവില്ല. ഇറാനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ റഷ്യൻ ഡിപ്ലോമസി തീർച്ചയായിട്ടും ഇസ്രായേലിനെതിരായിരിക്കും സംസാരിക്കുക. അത് ഇറാനുമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വിഷയത്തെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഡിപ്ലോമേറ്റ് അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക. അതിന്റെ അർത്ഥം മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള ഇസ്രായേലിന്റെ ബന്ധത്തിനെ എതിർക്കുന്നു റഷ്യ എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇറാന്റെ ഇഗ്നോറൻസിനെയാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നെതന്യാഹുവിന്റെ കംപ്ലീറ്റ് അഴിമതിയും കാര്യങ്ങളും, അതായത് പുള്ളിക്കാരൻ എവിടെയൊക്കെ ബ്രൈബ് നടത്തിയിട്ടുണ്ട്, എവിടെയൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് റെക്കോർഡെല്ലാം ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. എന്നാൽ പിന്നെ അവർ ആദ്യമേ അതല്ലേ പുറത്തുവിടേണ്ടത്. അതിന് പകരം റഷ്യയും ഇസ്രായേലും തമ്മിൽ സംസാരിച്ച ഡിപ്ലോമാറ്റിക് ടോക്കിന്റെ ഓഡിയോ അല്ല ലീക്ക് ചെയ്യേണ്ടത്. അതിന് യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ തുടരെ വരും ദിവസങ്ങളിൽ നെതന്യാഹുവിന്റെ കംപ്ലീറ്റ് സീക്രട്ടുകളും ഞങ്ങൾ ലീക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇറാന്റെ പക്കൽ നിന്ന് വരാനിരിക്കുന്ന മെസ്സേജുകൾ എന്താണെന്നുള്ളത് ഞാനും അറിയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ പക്കൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് തന്നെ അവർ പബ്ലിഷ് ചെയ്തേനെ. ഇങ്ങനെ അടച്ചു പൂട്ടിയൊന്നും അവർ വെക്കില്ല. അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ 3 സാറ്റലൈറ്റുകൾ റഷ്യയുടെ സഹായത്തോടു കൂടി ഓർബിറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. ഇതിന് പ്രധാനമായിട്ട് ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് സാറ്റലൈറ്റുകൾ അയക്കുന്നതിലൂടെ അവർ ഈ ലൊക്കേഷൻ, GPS, അതേപോലെ തന്നെ ഇവർക്ക് സ്പേസിൽ നിന്നുമുള്ള നിരീക്ഷണം, ഇതെല്ലാം തന്നെ ഇവർ കൃത്യമായിട്ട് വിലയിരുത്താനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാന് വേണ്ടി മാത്രമായിരിക്കില്ല ഉപയോഗിക്കുക. ഇറാൻ ഇതിന്റെ സർവീസ് അവൈലബിൾ ആക്കും. ആർക്കൊക്കെ? ഹെസ്ബുള്ളയ്ക്ക് അവൈലബിൾ ആക്കും, ഹമാസിന് അവൈലബിൾ ആക്കും, അതേപോലെ ഹൂത്തികൾക്ക് അവൈലബിൾ ആക്കും. അപ്പം ഇതേപോലെ ഇറാൻ ഈ പ്രോക്സി ടീമുകൾക്കെല്ലാം അവൈലബിൾ ആക്കും ഈ ഫെസിലിറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഇത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് നോക്കി കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം റഷ്യയാണ് 3 സാറ്റലൈറ്റും എത്തിച്ചത്. എന്നാൽ വിജയകരമായിട്ട് അവർ ഓർബിറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവരും നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. ഇസ്രായേൽ ആണെങ്കിൽ ലേസർ ബീം എയർ ഡിഫൻസ് സിസ്റ്റം, അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഷോർട്ട് റേഞ്ച് മിസൈൽ, ഷോർട്ട് റേഞ്ചിൽ വരുന്ന ഗാസിൽ നിന്ന് കൈകൊണ്ട് എറിയുന്ന റോക്കറ്റുകൾ, അതുപോലെ തന്നെ ഡ്രോൺ സിസ്റ്റം, ഇതൊക്കെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 0.01 സെന്റ് എന്നാണ് പറയുന്നത്. അത്ര കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പാണെങ്കിൽ ഒരു ഡ്രോണിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. ഇത്രയും ഇസ്രായേൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ലേസർ ബീം എയർ ഡിഫൻസ് സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്തതോടുകൂടി ഈ ലേസർ ബീം ഷോർട്ട് റേഞ്ചിൽ വരുന്ന മിസൈലുകളെയും ഡ്രോണുകളെയും മാത്രമല്ല, ഈ ലേസർ ബീം സിസ്റ്റം അയൺ ഡോമിലും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരേ ടൈമിൽ തന്നെ ഇതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ഡിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് അയൺ ഡോമിലേക്ക് അയക്കേണ്ട കോർഡിനേറ്റ്സ് ആണോ, അല്ലെങ്കിൽ ഇത് അയൺ ബീമിൽ നിന്ന് തന്നെ
കൃത്യമായിട്ട് ഡ്രോണിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തേണ്ടതാണോ എന്നുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാണ് കൃത്യമായിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇതുകൊണ്ട് ഇസ്രായേലിന് വളരെയധികം ചെലവ് ചുരുക്കാം യുദ്ധം നടത്തുന്നതിൽ. ഇപ്പോൾ ഇസ്രായേൽ ഇത് ഓൾറെഡി തന്നെ ഇന്നലെയാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തത് IDF. ഗാസയിൽ കാൻയൂനിസ് ഭാഗത്ത് കുറെ ടെന്റുകൾ, കാരണം മഴയാണ്, തണുപ്പിനേക്കാളും കൂടുതൽ മഴ. ഈ മഴയിൽ ശരിക്കും നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ കാറ്റിൽ ഈ ടെന്റുകളൊക്കെ ഇങ്ങനെ പറന്നു പോവാണ്. അതാണ് അവസ്ഥ. ഈ വെച്ചിരിക്കുന്ന ഫൂട്ടേജ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് AI ഒന്നുമല്ല, റിയൽ ആയിട്ടുള്ള ഗാസയിൽ നടക്കുന്ന ഒരു സംഗതി. كل العالم طفت البجاي عليهم. നേഷൻസ് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഈ ടെന്റ് കൊടുത്തിരിക്കുന്നത്. UN ടെന്റ് ആണ് ഇതെല്ലാം. അപ്പൊ അവർ പുതിയ ടെന്റുകൾ കൊടുക്കുമോ, ഇനി വേറെ സ്ഥലത്തേക്ക് ഇവരെ മാറ്റി പാർപ്പിക്കാൻ പറ്റുമോ എന്നുള്ള നിലയിലൊക്കെ ഇവര് UN അപ്രോച്ച് ചെയ്തുകൊണ്ട് UN സംഘടനയെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ്. സൊമാലിയയുടെ പ്രസിഡന്റ് ഇസ്രായേലിന് ഡയറക്റ്റ് വാണിംഗ്, അതായത് ഇസ്രായേൽ നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നത്? സൊമാലിലാൻഡിനെ അംഗീകരിച്ചുകൊണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് ഒരു മിലിറ്ററി ബേസ് പണിയാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞങ്ങൾ എന്ത് വെറുതെ ഇരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ലോഡ് ആയുധങ്ങളും ഭടന്മാരെയും ഈജിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈജിപ്റ്റാണ് ഇപ്പൊ ഇതിനിപ്പം തിരികൊളുത്തിയിരിക്കുന്നത്. ഈജിപ്തിന് ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല. കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഇലക്ട്രിസിറ്റിയും ഗ്യാസും കംപ്ലീറ്റ് സാമഗ്രികളും ഇസ്രായേൽ കട്ട് ഓഫ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് പതിയെ സൊമാലിയയ്ക്ക് തിരികൊളുത്തി വിട്ടിരിക്കുകയാണ്. അപ്പൊ സൊമാലിയ ഇപ്പൊ ചോദിച്ചിരിക്കുകയാണ്, ഇസ്രായേൽ നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങൾ റബ്ബിഷ് ആയിട്ടുള്ള ബിഹേവിയർ ചെയ്യരുത്. സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ ആ ഒരു പ്രഖ്യാപനം നിങ്ങൾ റീകൺസിഡർ ചെയ്യണം. എന്നിട്ട് ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും പിന്മാറണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും. അതായത് സൊമാലിയ യുദ്ധം ചെയ്ത് സൊമാലിലാൻഡിനെ കീഴ്പ്പെടുത്തും, ഇസ്രായേലിനെ അടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവന. എനിവേ, ഇസ്രായേലിന് ഇപ്പൊ പുതിയൊരു വെല്ലുവിളി. അപ്പൊ ഇങ്ങനെ സൊമാലിയ വെല്ലുവിളിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇസ്രായേൽ സൊമാലിലാൻഡിൽ ഒരു മിലിറ്ററി ബേസ് പണിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന് ഒരു സപ്പോർട്ട് ഇപ്പം ഇന്നലെ വൈകുന്നേരം അമേരിക്കയുടെ പക്കൽ നിന്ന് ഇതിനൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അമേരിക്ക ഇതിനൊരു ന്യായവാദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ടൈം എടുത്തത്. സിറിയക്കുള്ളിൽ കുറെ മൈനോറിറ്റികൾ, ക്രിസ്ത്യൻസ്, അലോവേറ്റ്സ്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ ചേർന്നിട്ട്, ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് സിറിയയിലെ പ്രസിഡന്റിനെതിരെ, ഇപ്പോഴത്തെ അഹമ്മദ് അൽഷാറയ്ക്കെതിരെ പ്രതിഷേധം. ഈ പ്രതിഷേധം വേറൊന്നും കൊണ്ടല്ല, സിറിയയിലെ പ്രസിഡന്റ് അബു മുഹമ്മദ് ജൊലാനി അൽഷാറ ഇൻഡയറക്റ്റ് ആയിട്ട് സിറിയക്കുള്ളിൽ നടക്കുന്ന ഈ മൈനോറിറ്റി കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നു. അതായത് ISIയുടെ അതേ മാതൃക പിന്തുടരുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് അഹമ്മദ് അൽഷാറ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണത്തിനെ ചൊല്ലിയാണ് ഇവിടെ പ്രതിഷേധം ഉയർന്നത്. ആ പ്രതിഷേധം അവസാനം കലാപത്തിലെത്തി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളമായി. അവസാനം HTSന്റെ ട്രൂപ്പ് അവരിറങ്ങി വന്ന് അലാവൈറ്റുകൾക്കെതിരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് അവസാനത്തെ വാർത്ത. ഇതിന് ബന്ധപ്പെട്ട് എത്ര പേർ കൊല്ലപ്പെട്ടു, എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. കാരണം ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അവിടെ ഉള്ളിൽ ഇന്ന് നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും കുറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.